എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 22-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാക്ത്വൽസ്മൃതിവാസനാബലാത് ജുഹാവ നാരായണ നാമകം സുതം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. സ മൃത്യുകാലേ, ആ അജാമിളന് മരണകാലം അടുത്തപ്പോൾ, ത്രീൻ യമരാജകിങ്കരാൻ, 3 യമരാജഭടന്മാരെ, എങ്ങനെയുള്ള ഭയങ്കരമായ പേടിപ്പെടുത്തുന്ന രൂപത്തോടുകൂടിയ 3 യമരാജകിങ്കരന്മാരെ കണ്ടു. അപ്പോഴോ അഭിലക്ഷയൻ ഭിയാ, ആ കാലദൂതന്മാരെ കണ്ടപ്പോൾ അജാമിളന് പേടിയായി. അവരെ കണ്ട് പേടിച്ച് പുരാമനാക്ക്, പക്ഷേ പേടി തോന്നിയപ്പോൾ പണ്ട് കുറച്ച് സ്മൃതിവാസനാബലാൽ, അങ്ങയുടെ സ്മരണയുണ്ടായിരുന്നതിൻ്റെ വാസനാബലത്താൽ, ജുഹാവ വിളിച്ചു. ആരെ? നാരായണ നാമകം സുതം, നാരായണൻ എന്നു പേരുള്ള തൻ്റെ സ്വന്തം പുത്രനെ നീട്ടി വിളിച്ചു, നാരായണ നാരായണ എന്ന്. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? മരണകാലമായപ്പോൾ പേടിപ്പെടുത്തുന്ന ആകൃതിയോടുകൂടിയ 3 യമരാജഭടന്മാരെ തൻ്റെ മുമ്പിൽ കണ്ട അജാമിളൻ പണ്ടുകാലത്ത് ഭക്തനായിരുന്ന അദ്ദേഹത്തിൻ്റെ വാസനാബലം കൊണ്ട് നാരായണൻ എന്നു പേരായ സ്വന്തം പുത്രനെ നീട്ടി വിളിച്ചു. പൊതുവെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനപ്പോൾ ഇത്ര നേരത്തെ തന്നെ ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കണേ, ജീവിതമൊക്കെ ആസ്വദിക്കണ്ടേ എന്ന്. ഒന്നാമതായിട്ട് ഹൈന്ദവർ മാത്രം അങ്ങനെ ചിന്തിക്കുന്നത്. മറ്റുള്ള എല്ലാ മതക്കാരും ചെറുപ്പകാലം മുതലേ ആത്മീയമായ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആത്മീയതയിലൂന്നിയ ഒരു ജീവിതമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെന്തിനാ? അതായത് ചെറുപ്പം മുതലേ നമുക്ക് ഈശ്വര സ്മരണയോടുകൂടിയ ഒരു ജീവിതമാണെങ്കിൽ നമുക്ക് അതിനോടൊരു വാസന ഉണ്ടായിരിക്കും. അതിലും അപ്പുറം വാർദ്ധക്യമൊക്കെ എത്തി മരണകാലം അങ്ങനെ അടുത്തു വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായും ഈ നാമജപ സംസ്കാരം ഉണ്ടെങ്കിൽ ആ മരണവേദന വരുമ്പോൾ ഇവിടെ പേടിപ്പെടുത്തുന്ന രൂപമുള്ള യമരാജ കിങ്കരന്മാരെ കണ്ട സമയത്ത് നാരായണ എന്ന് ആ ഒരു വാസനാബലം കൊണ്ട് വിളിക്കാൻ തോന്നിയില്ലേ? അതുപോലെ നമ്മൾക്കും ആ സമയത്ത് ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ തോന്നും. ഇവിടെ സത്യത്തിൽ അദ്ദേഹം വിളിച്ചത് സ്വന്തം മകനായ നാരായണനെയാണ്. പക്ഷേ നാമങ്ങൾ അഗ്നി പോലെയാണ്, അതറിഞ്ഞു തൊട്ടാലും അറിയാതെ തൊട്ടാലും പൊള്ളും. അതുപോലെയാണ് നാരായണ നാമം. ഈ ദശകം പറയുന്നത് തന്നെ പാപികൾക്കു പോലും ഭഗവൻ നാമോച്ചാരണത്താൽ സായുജ്യം പ്രാപിക്കാൻ കഴിയും എന്നാണ്. ഹരേ കൃഷ്ണ.